ശ്രീമതി എം എ ഷഹനാസ്, എവിടെയാണ് ഇവിടെ ഭരണഘടനാ ലംഘനം ഉണ്ടാകുന്നത് ഒരു സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൺസെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെതിരെയൊക്കെ കോടതിയിൽ പോകാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് സ്ത്രീകൾ ഇനിയും മനസ്സിലാക്കണം. സ്ത്രീയുടെ മൊഴി വിശ്വസിച്ചേ പറ്റുള്ളൂ. അങ്ങനെ എന്തെങ്കിലും നിയമത്തിൽ പറയുന്നത് ശരിക്കും തെറ്റല്ലേ? മാഡം പറഞ്ഞു, ഷഹനാസ് മാഡം പറഞ്ഞു സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ എങ്ങനെയാ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു സ്ത്രീ ചുമ്മാ ഒരാൾ പോയി പറയാ നമുക്ക് തമ്മിൽ ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്കകത്ത് ആള് താമസമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ ആരെങ്കിലും കൂടെ കിടക്കാൻ വരുമോ? അതിനുശേഷം ഈ പുരുഷൻ കാലം മാറുമ്പോഴാണല്ലോ ഇവിടെ വഞ്ചനയുടെ അംശം വരുന്നത്. ഒരു പുരുഷനും സ്ത്രീയും കൊണ്ട് സ്നേഹം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ കാലവും സ്നേഹം അങ്ങനെ നിൽക്കുവോ? അല്ല പിന്നെ എന്താ ഈ പറയണേ? ഒരു സ്നേഹം ഉണ്ടായി കഴിഞ്ഞാൽ സ്നേഹം ഒരുപാട് കാരണങ്ങളുണ്ട്. സ്നേഹം പിരിയാം. അതിന് ആർക്കും സ്വാതന്ത്ര്യം ഇല്ലേ? ഒരു സ്ത്രീയായിട്ട് എനിക്ക് ബന്ധം വന്നു അല്ലെങ്കിൽ അടുപ്പം വന്നു, ആ സ്ത്രീയായിട്ട് എനിക്ക് തെറ്റിപ്പിരിയാനായിട്ട് അവകാശമില്ലേ? വിദ്യാഭ്യാസമുള്ള ലോകത്തിൽ ഏതെങ്കിലും സ്ത്രീയെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്ന് കൂടെ കിടക്കുവോ? മനസ്സിലായി. നിങ്ങൾ പറഞ്ഞു ഒരു കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയെ എന്താ പറയാ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാം എന്ന് പറയുമ്പോഴേക്കും കൂടെ കിടക്കുമോ എന്ന്. അത് ഘട്ടമായിട്ട് ഒരു സ്ത്രീയെ അവര് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. പ്രസംഗത്തിനിടയ്ക്ക് ഒരു സെക്കൻഡ് എനിക്ക് തരുമോ? പിന്നെന്താ ഒരു ഗ്യാപ്പിൽ സംസാരിച്ചോ? ആന്തരിക അവയവങ്ങൾ ദ്രവിപ്പിച്ച് ഷാരോനെ കൊല്ലുമ്പോഴും ഗ്രീഷ്മയും അവനോട് ലൈംഗികത അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടിരുന്നു. യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു ആരെന്നറിയാമോ? വ്യാജ പരാതി കൊടുക്കുന്ന സ്ത്രീകളാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ചോദിക്കാനും പറയാനും ഇവിടെ ആണുങ്ങളുണ്ടോ? നാളെ അറിയട്ടെ. ഒരു സ്ത്രീ ഒരുത്തം പോയിട്ട് അവന്റെ അടുത്ത് പോയിട്ട് വന്ന് ഞാൻ ഒന്ന് കല്യാണം കഴിക്കാം, നിങ്ങൾ എന്റെ കൂടെ വന്ന് കിടക്കുമെന്ന് പറഞ്ഞാൽ തലയ്ക്കകത്ത് ആള് താമസമുള്ള ഒരു സ്ത്രീ വരത്തില്ല. മാന്യതയുള്ള അന്തസ്സുള്ള സ്ത്രീകൾ എത്രയോ പേരുണ്ട്. അവരാരെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യൂ? സ്നേഹമാണെന്ന് പോയി കിടന്നിട്ട് അവന്റെ കൂടെ ലൈഫ് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് അവനെ പിടിച്ച് ജയിലിനകത്താക്കുന്ന മാന്യതയാണോ? ഒരിക്കലും ചെയ്യത്തില്ല. നിനക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഇന്നലെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും. മാന്യതയുള്ള സ്ത്രീ പോടാ പുല്ലേന്ന് പറഞ്ഞിട്ട് പോകും. ശാരീരികമായി അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ, മാനസികമായി അനുഭവിക്കേണ്ടി വരുന്ന ട്രോമ. ഒരു സ്ത്രീക്ക് മാത്രമേ വിഷമം വരത്തുള്ളൂ. ഒരു ബ്രേക്കേജ് വരുമ്പോഴത്തേക്ക് പുരുഷന് വിഷമം വരത്തില്ലയോ? മണ്ടന്മാരായ മനുഷ്യന്മാർക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. അനക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പാവൻ. പുരുഷന്മാര് പ്രണയ നൈരാശ്യം കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഭ്രാന്തന്മാരാണോ? ഇത് ഈക്വലി അപ്ലൈസ് മാഡം. പെണ്ണുങ്ങൾക്ക് വരുന്ന പോലെ ആണുങ്ങൾക്കും വരും. അവര് കഴിക്കുന്ന ആഹാരം വേറൊരു ആഹാരമല്ല. സ്ത്രീ കഴിക്കുന്ന ആഹാരം തന്നെയാണ് പുരുഷനും കഴിക്കുന്നത്. നിന്നേക്കാൾ വാശിയുള്ളവനാ ഞാൻ, അത് നിനക്ക് മനസ്സിലായിക്കോ. സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യരെ നമ്മൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. ഇന്ന് ചിലക്കാതെ വെള്ളം കുടിച്ച് വീട്ടിൽ പോകാൻ നോക്കണം. ഒരു ചോദ്യമുണ്ട്, ഞാനൊന്ന് ചോദിച്ചോട്ടെ? ഷഹനാസ് മാഡം, ഈ ഛത്തീസ്ഗഡിലെ കേസുണ്ടോ പ്രമോദ് കുമാർ നവരത്ന വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ? അതായത് പ്രമോദ് കുമാർ നവരത്ന, നിങ്ങൾ ആ ജഡ്ജ്മെന്റ് വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്, അല്ലെ ചർച്ചയ്ക്ക് വരത്തില്ലല്ലോ. ചില നേരത്തുള്ള തന്നെ തമാശ കേട്ടാൽ ആരും ചിരിച്ചു. അപ്പൊ ഇതേപോലുള്ള ഫാക്ട്സ് ഉള്ള ഒരു കേസ് നിങ്ങളോട് ഞാൻ പറയുന്നു, ഇതിൽ ആരാ തെറ്റ്? സ്ത്രീ തെറ്റുകാരിയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? എനിക്കറിയില്ല. മറുപടി പറയുന്നുണ്ടോ? പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിന് മറുപടി തരണോ മാഡം? അവര് ഞാൻ പറയാണ്, നിന്റെ ശബ്ദത്തിന് എന്താ ഒരു പരപരപ്പ്? സമയദോഷം, ജലദോഷം. സ്ത്രീയുടെ ശരീരം മുഴുവൻ കീറി മുറിക്കുകയാണ്. ആ സ്ത്രീ എന്താ ചെയ്യേണ്ടത്? ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അതല്ല. അവര് നല്ല പ്രണയത്തിലായിട്ടുണ്ട്, എന്നോട് വിവാഹ വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ, അവരെ ദേഹം മുഴുവൻ കീറി മുറിച്ചിട്ടുള്ള ഫോട്ടോസ് കണ്ടു. എന്താ ഞാൻ പറയും മോളോട്? സ്ത്രീകൾ ഇവിടെ ഉണ്ട്. അതിനിപ്പോ ഞങ്ങൾക്ക് വേറെ ജോലിയില്ലേ? ഇതുപോലെ നടക്കില്ലല്ലോ. പീഡിപ്പിച്ചവനോടൊപ്പം വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം
ഇവിടെ വന്ന സാറിന്റെ ചോദ്യം, എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം ചെയ്യുന്ന പോലെ നിൽക്കുക. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടർ ആയനെ. അതുകൊണ്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി തരാൻ പറ്റുമോ മാഡം? അവരെ വീണ്ടും കത്തി കേറുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോ മത്തി കീറുന്നതിനെ കുറിച്ചാണ് അയാൾ പറയുന്നത്. സർ, ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. ഈ പ്രമോദ് കുമാർ നവരത്ന കേസ് കാര്യമായി പഠിച്ചിട്ടാണ് വന്നത് എന്നാണ് അങ്ങ് ചിലരെ കുറിച്ച് കരുതുന്നതെങ്കിൽ സാറിനെയും എന്നെയൊക്കെ ദൈവം രക്ഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ആ ക്വസ്റ്റിനെ കുറിച്ച് ചോദിച്ചപ്പോ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു കേസിൽ കടിച്ചു കീറി എന്നൊക്കെ പറഞ്ഞ് ഡ്രാമ പറഞ്ഞാൽ അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ ആകുമോ? ഒരു ഗുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കുന്നത്. പറയുന്ന വിവാഹ ബന്ധത്തിൽ നിലനിൽക്കുന്ന സ്ത്രീകൾ ഭർത്താവ് അറിയാതെ മറ്റൊരാളുമായി ബന്ധം പുലർത്തുന്നത് ഏതെങ്കിലും രീതിയിൽ നിയമപരമോ ധാർമ്മികമോ ആണോ? ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. ഏത് നേരത്താണോ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ തോന്നിയത്? വ്യാജ പരാതികൾ എന്നുള്ളൊരു പ്രശ്നമല്ലേ? ഞാൻ ആരുടെയും പേരെടുത്ത് പറയാതെ പറയുകയാണ്. ഈ വ്യാജ പരാതികൾ അടക്കമുള്ള മക്കളെ ഇപ്പൊ ഞാൻ പറയുകയാണ്, ഞാൻ വ്യാജ IAS ആണെന്ന് ഞാൻ പറയുകയാണ്. നമ്മളെയാണല്ലോ മച്ചമ്പി. ജോർജിന്റെ മുഖം നോക്കി വളിച്ചിരിക്കുമായിരിക്കും അല്ലേ? അത് കേട്ടാ മതി. അങ്ങനെ ചില ആൾക്കാർ പറഞ്ഞാൽ എല്ലാരും വ്യാജ IAS ആണെന്ന് കരുതാൻ കഴിയും. ഇനി ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. അതെന്താണെന്ന് ഷഹനാസിക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ എടുക്കുന്നില്ല. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. 2014 കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ PG വിദ്യാർത്ഥിനിയായിരിക്കെ എനിക്ക് UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് കിട്ടിയെന്ന് കോളേജ് മാനേജ്മെന്റിനെ ധരിപ്പിക്കുന്നു. ചെറിയ പുള്ളി അല്ലവൻ, പഠിച്ച കള്ളനാണ്. തോന്നി കോളേജ് മാനേജ്മെന്റ് നടത്തിയ അന്വേഷണത്തിൽ ഷഹനാസ് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയിട്ട് പോലുമില്ല എന്ന് മനസ്സിലാകുന്നു. അവിടെയാണ് വ്യാജ ക്ലെയിമുകളെ നമ്മൾ പൊളിക്കാൻ മുന്നിട്ടിറങ്ങണം. അപ്പൊ തട്ടിപ്പാണല്ലേ? സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വ്യാജ ക്ലെയിമുകൾ വരുമ്പോ അത് പൊളിക്കണം. ഞാൻ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരനാ കേട്ടോ. ഷഹനാസ് വ്യാജ പരാതികളെ കുറിച്ചാണ് ആവർത്തിച്ച് പറയുന്നത്. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. മറ്റൊരാളുമായി ബന്ധപ്പെടുകയും ആ രീതിയിൽ ഒരു ഗ്ലാസ് വെള്ളം തന്നെ. വ്യാജ ആരോപണങ്ങൾ. കേട്ടില്ല, എനിക്ക് കേട്ടില്ല. എന്ത് പോക്കത്തിലോട് താനീ പറയുന്നത്? അവർക്ക് അവിടെ നിന്ന് കാണുന്നത് ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? വ്യാജ കേസാണെങ്കിൽ വ്യാജമായിട്ട് ഒരു വ്യക്തി വരികയാണെങ്കിൽ അത് തിരിച്ചറിയാനുള്ള സംവിധാനമൊക്കെ ബുദ്ധിയുള്ള ഇന്നത്തെ കേരളത്തിലെ എല്ലാ സംവിധാനങ്ങൾക്കും ഉണ്ട്. അത് ശരി, വഴി കുത്തിരിക്കാൻ പോകാൻ പറ്റി. ഞാൻ പോയിട്ട് വരാം. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്